അപ്പേ എന്തോ ഇവിടെ ഓരോരുത്തർ ഓദിക്കാനൊക്കെ ആയിട്ട് വരുന്നില്ലേ? അതിന്റെ ശാസ്ത്രീയ വശം എന്താ? എൻ്റെ അച്ഛമ്മ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ ഓതിത്തന്ന ഒരു പ്രയറാണ്, വേണമെങ്കിൽ മന്ത്രം എന്നൊക്കെ പറയാം. അപ്പോൾ പശുവിനൊക്കെ ഇത് ഓതി കൊടുക്കുന്നതോടൊപ്പം തന്നെ മരുന്ന് ചെയ്യാറുണ്ട്. പാണലിൻ്റെ ഇല, പാണലിൻ്റെ കിഴക്കോട്ട് പോകുന്ന വേര്, അതുപോലെ പച്ചമഞ്ഞൾ, അങ്ങനെ കുറച്ച് ആയുർവേദ ഔഷധങ്ങളൊക്കെ കൂട്ടി അരച്ച് പശുവിൻ്റെ അകിട് കഴുകും, അതോടൊപ്പം തന്നെ ഓതുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയില്ല. ഈ പറയുന്ന പാണ്ടലിനൊക്കെ ഔഷധ ഗുണങ്ങളുണ്ട്. അതുപോലെ കണ്ണ്, കൊതി, പൊള്ളൽ, ഈ പാമ്പിൻ്റെ മുള്ളൊക്കെ പുഴയിൽ നിന്നൊക്കെ കൊള്ളുന്ന സമയത്തുള്ള മുറിവൊന്നും അങ്ങനെ ഉണങ്ങില്ല, അതൊക്കെ ഊതി ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ പോലെ അതങ്ങനെ ചെയ്തു പോകുന്നു. ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയുന്നില്ല. പിന്നെ അതിനൊന്നും പൈസ ചോദിച്ച് വാങ്ങിക്കാറുമില്ല. ദക്ഷിണയായിട്ട് എന്തെങ്കിലും തന്നാൽ സ്വീകരിച്ചു എന്ന് മാത്രമേ അമ്മ പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞ ചില ക്രൈറ്റീരിയ വെച്ചിട്ട് ഇനി ഞാൻ മരിക്കാറാകുമ്പോൾ ഞാൻ മറ്റൊരു അവകാശിക്ക് അത് കൊടുക്കുകയുള്ളൂ. ഞാൻ ഈ പ്രയർ ചൊല്ലി ഓരോരുത്തർക്കും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൂസ് പതുക്കെ വന്ന് ഫോണ് റെക്കോർഡ് മോഡിലിട്ടിട്ട് എൻ്റെ പോക്കലിട്ടിട്ടൊക്കെ പോയിട്ടുണ്ട്, ഇതൊന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവന് പഠിക്കാൻ. പക്ഷേ വളരെ നിശബ്ദമായാണ് ആ പ്രയറൊക്കെ ചൊല്ലുന്നത്. എന്തായാലും കണ്ണ്, കൊതി, അതുപോലെ ഈ മുറിവ്, പിന്നെ പശുവിന് ഓതുക, ഇതൊക്കെ കൂടെ നല്ല റിസൾട്ടാണ്. ഒത്തിരി പേര് വരുന്നുണ്ട്. ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയില്ല. ഞാൻ പൊള്ളലിനൊന്നും ഇപ്പോൾ ഓതാറില്ല കേട്ടോ. വിശ്വാസമുള്ള ഓരോരുത്തർ വരുന്നു, നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ബി ഹാപ്പി.